നമസ്കാരം, മഞ്ഞപ്ര വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ടിറ്റോ കോലഞ്ചേരി. ഗ്ലോബൽ സൊസൈറ്റി ഓഫ് മഞ്ഞപ്രയുടെ ആഭിമുഖ്യത്തിൽ നാട്ടിലെ മുതിർന്നവരുടെ കൂട്ടായ്മയായ സ്നേഹസംഗമം മുതിർന്നവർക്കൊപ്പം ഒരു ദിനം എന്ന പരിപാടിയുടെ 7ാം പതിപ്പ് വിവിധ പരിപാടികളോടെ സംഘടിപ്പിക്കപ്പെട്ടു. വാർത്ത കാണാം. ചിരഞ്ജീവ സ്നേഹസ്വരൂപ ജഗദീശ ജീവസന്ദായക നമിക്കുന്നു കനിവോടെന്നും അനുഗ്രഹിക്കൂ. നമ്മൾ കുറെ കാലങ്ങളായിട്ട് കേൾക്കുന്നു സ്നേഹസംഗമം. പിന്നെ ബ്രാക്കറ്റിൽ എന്തോ ഉണ്ടല്ല, മുതിർന്നവർക്കൊപ്പം ഒരു ദിനം. അത് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് അങ്ങനെ മുതിർന്നവർക്കൊപ്പം ഒരു ദിനം എന്ന് വെച്ചിരിക്കുന്നതെന്ന് അറിയാമോ? മുതിർന്നവർ മാത്രമായ കുടുംബവും ഒരിക്കലും ഒരു കുടുംബം പൂർത്തിയാവില്ല അല്ലെ? അപ്പൊ കുടുംബം പൂർത്തിയാകണമെങ്കിൽ അവിടെ നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ വേണം. ഞങ്ങളുടെ കൺസെപ്റ്റ്, ഞങ്ങൾ GSM എന്ന സംഘടന ഈ ഒരു മുതിർന്നവരുടെ കൂട്ടായ്മയെ കുറിച്ച് ആലോചിച്ചപ്പോ സ്നേഹസംഗമം, ആ സ്നേഹസംഗമം എന്ന വാക്കാണ് നമുക്ക് ഒരു പ്രത്യേകത തോന്നില്ല. മുതിർന്നവര് അവിടെ ഉണ്ട്, പക്ഷെ അത് പൂർത്തിയാകണമെങ്കിൽ കുടുംബം എന്ന രീതിയിൽ ആ മുതിർന്നവർക്കൊപ്പം ഒരു ദിനം, മുതിർന്നവർക്കൊപ്പം ചെലവഴിക്കാൻ കുറച്ച് കൊച്ചുമക്കളും മക്കളും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് അത് പൂർത്തിയാകുന്നത്. അപ്പൊ ആ ഒരു സന്ദേശം, ആ ഒരു ആശയമാണ് അവിടെ നിൽക്കുന്നത്. അപ്പൊ നമ്മള് അതിലേക്ക് എത്തിയിട്ടില്ല ഇപ്പോഴും. നമ്മൾ വരുമ്പോ നമ്മുടെ മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും കൂട്ടിക്കൊണ്ടു വന്നാലാണ് ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ ആഗ്രഹിക്കുന്ന സ്നേഹസംഗമം മുതിർന്നവർക്കൊപ്പം ഒരു ദിനം. അല്ലെങ്കിൽ ഞാൻ എന്റെ മെസ്സേജിലൊക്കെ പറയാറുണ്ട്, മുതിർന്നവർക്കൊപ്പം, മുതിർന്നവരെ സ്നേഹിക്കുന്നവരുമാണ് ഇവിടെ എത്തേണ്ടത് അല്ലെ? കാണാറുണ്ടോ? മെസ്സേജിൽ ഞാൻ കൃത്യമായിട്ട് എഴുതാറുണ്ട്. മുതിർന്നവർക്കും മഞ്ഞപ്ര അയ്യമ്പുഴ പഞ്ചായത്തിലെ മുതിർന്നവരെ സ്നേഹിക്കുന്നവർക്കും കൃഷി പാഠശാലയിലേക്ക് സ്വാഗതം എന്നാണ് ഞാൻ എഴുതാറുള്ളത്. അപ്പൊ അതിന്റെ ആശയം ഇതാണ്. അപ്പൊ അതൊന്നുകൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. അങ്ങനെ ഈ 6-7 നിറങ്ങൾ ഒരുമിച്ച് തർക്കം, ഞാനാണ് മേധാവി, ഞാനാണ് പ്രധാനപ്പെട്ടവൻ, ഞാനാണ് ഏറ്റവും മികച്ചത് എന്ന ക്ലെയിം, അവകാശവാദം നടത്തിക്കൊണ്ടിരിക്കുന്നു. ടപ്പെന്നൊരു മഴ പെയ്യുന്നു, എല്ലാ നിറങ്ങളും അലിഞ്ഞ് ഒരു മഴവില്ല് രൂപം. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മളിൽ പലതരക്കാരുണ്ട്, പല ഇഷ്ടക്കാരുണ്ട്, പല പ്രകൃതക്കാരുണ്ട്, പല സിദ്ധികളുള്ളവരുണ്ട്, ആപ്റ്റിറ്റ്യൂഡുള്ളവരുണ്ട്, കഴിവുകളുള്ളവരുണ്ട്. പക്ഷെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ നമുക്ക് തോന്നും ഐ ആം ബെറ്റർ ദാൻ മെനി, ഞാൻ മറ്റു പലരേക്കാൾ ഭേദപ്പെട്ടവനാണ്. ഒരുമിച്ച് നിൽക്കുമ്പോൾ മഴവില്ലിന്റെ ഭംഗി ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു നിറത്തിനുണ്ടോ? ചേട്ടായി, കറുപ്പിന് മാത്രം മഴവില്ലിന്റെ ഭംഗിയുണ്ടോ? ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അപ്പോ മഴവില്ലാവുക നമ്മുടെ സ്നേഹസംഗമങ്ങൾ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി. സ്നേഹസംഗമം യഥാർത്ഥത്തില് സ്നേഹത്തിന്റെ ഒരു സംഗമമാണ്. എനിക്ക് തോന്നുന്നൊരു കാര്യം, ഈ പ്രായമാകുമ്പോൾ സ്നേഹവുമായിട്ട് വളരെ ബന്ധമുണ്ട്. കാരണം സ്നേഹം ആഗ്രഹിക്കുന്ന ആളുകളുടെ ഒരു സംഗമമായിട്ട് മാറും. കാരണം നമ്മൾ മുതിർന്ന ആളുകൾ, അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺസ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ മാതിരി അവഗണിച്ച് കളയേണ്ട ഒരു ഭാഗമല്ല. ആക്ച്വലി അവരൊത്തിരി അനുഭവങ്ങളുള്ള ആളുകളാണ്, എക്സ്പീരിയൻസ് അവരുടെ പ്രവർത്തന മേഖലയിലുള്ള ആളുകളാണ്. അതെല്ലാം ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന, ഭാവി തലമുറയ്ക്കും അവർക്കൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു സംവിധാനത്തെക്കുറിച്ചാണ് പലപ്പോഴൊക്കെ ഞാൻ സ്വപ്നം കാണാറുള്ളത്. കാരണം ഞാനും പ്രായമായവരാണല്ലോ. കുറെ കഴിയുമ്പോൾ ഈ ഡിപ്പെൻഡബിളായിട്ട്, അല്ലെങ്കിൽ മക്കളെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന ആളുകളായിട്ട് മാറാതെ
നമ്മുടെ കൂടെ പഠിച്ചവരും കൂടപ്പിറപ്പുകളും അല്ലെങ്കിൽ പ്രായമുള്ളവരും നാട്ടുകാരൊക്കെ ഒരുമിച്ച് കൂടി സ്വതന്ത്രമായി ജീവിക്കുന്ന ഒരു ഗ്രാമത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ഇടത്തെക്കുറിച്ച് ചിന്തിക്കാറുണ്ടായിരുന്നു. അത് പ്രാവർത്തികമാക്കുക എന്നത് വളരെ വലിയ ഒരു കാര്യമാണ്. എന്നൊരാശയത്തിൽ അവർക്ക് രാജ്യം അവർക്ക് തുറന്നുള്ള സേവനം, അവരുടെ മരണം വരെയുള്ള സർവീസ് ഗവൺമെന്റ് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. അത് വിദേശത്ത്. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. നമ്മുടെ നാട്ടിൽ 60 വയസ്സ് കഴിഞ്ഞ ആൾ സാറ് പറഞ്ഞതുപോലെ 55 വയസ്സ് കഴിയുമ്പോൾ നമ്മൾ ജോലി ചെയ്ത സ്ഥാപനം നമ്മൾ ഒഴിവാക്കും. കുറച്ചുകൂടി കഴിയുമ്പോൾ സമൂഹം നമ്മൾ ഒഴിവാക്കും. പിന്നെ ഒരു 80 വയസ്സ് കഴിയുമ്പോൾ വീട്ടുകാരും നമ്മളെ ഒഴിവാക്കും. ഒരു 90 വയസ്സ് കഴിഞ്ഞാൽ ഭൂമി നമ്മൾ ഒഴിവാക്കുന്നവർ. മനസ്സിലായോ? അത് യാഥാർത്ഥ്യമാണ്. പക്ഷെ വിദേശത്ത് അവർ സെക്യൂർ ആണ്. നമ്മൾ സീനിയർ സിറ്റിസൺ എന്ന് പറഞ്ഞാൽ അത് സീനിയർ സിറ്റിസൺ തന്നെയാണ്. സീനിയർ സിറ്റിസൺ അകാരണമായിട്ട് ഒരാൾക്ക് ഉപദ്രവിക്കാനോ വഴക്ക് പറയാനോ ചീത്ത പറയാനോ ഉപദ്രവിക്കാനോ ഒന്നും സാധ്യമല്ല. നമ്മൾ ഇവിടെ പ്രൊട്ടക്ടർ അല്ല. 60 വയസ്സ് കഴിഞ്ഞാൽ എത്ര കഠിനാധ്വാനം ചെയ്ത കാരണവന്മാരായാലും 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവര് ആർക്കും വേണ്ടാത്തവരായി മാറുന്ന വിഷയം ഇതാണ്. നമ്മൾ ഇപ്പൊ ആരോഗ്യമുള്ള കാലത്തോളം മാതാപിതാക്കൾക്ക് കുഴപ്പമൊന്നുമില്ല. ഒരു കുറച്ചുകൂടി കഴിയുമ്പോൾ മാതാപിതാക്കള് മനസ്സ് ആഗ്രഹിക്കുന്നിടത്ത് ശരീരം എത്താത്ത ഒരു കാലഘട്ടം വരും. ഇപ്പൊ നമുക്കൊക്കെ ആരോഗ്യം ഉണ്ടത് എങ്ങനെ മക്കൾ നോക്കും, മരുമക്കൾ നോക്കും, അല്ലെങ്കിൽ പേരക്കുട്ടികൾ നോക്കുന്നതൊക്കെ നമുക്ക് പറയാനെങ്കിലും സാധിക്കുന്നുണ്ട്. അതൊന്നും സാധിക്കാത്ത ഫോണിലേക്ക് പിള്ളേരുടെ പോകണമെന്നുണ്ട്. അവിടെ ചെന്നാൽ ഞാനിപ്പോൾ നടത്തുന്ന മാതിരി ചായക്കട നടത്താൻ പറ്റിയാൽ ഞാൻ പോകുന്നുണ്ട്. അപ്പം അത് പറ്റൂല. എനിക്ക് ഞാൻ പറ്റാത്ത അവസ്ഥ പറയില്ല. ഞാനും പറയാം, നിങ്ങളൊക്കെ ഇങ്ങനെ ഇപ്പം ശരിക്കൊക്കെ നിങ്ങളൊക്കെ എന്തിനൊക്കെ ജോലി ചെയ്യാൻ പറ്റിയൊരു ഫീൽഡിലുള്ളവരൊക്കെയാണ്. ഒരു 6 ആളെ കൂടെ വലിയ വയ്യാത്തവരൊക്കെ ഉള്ളൂ. ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്ലാന്റേഷനിൽ പണിയുണ്ടായിരുന്നു. ഇഷ്ടംപോലെ പണികൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെ കഴിഞ്ഞിട്ട് വിവാഹം കഴിഞ്ഞു, മക്കളായി. അവർ വിവാഹത്തിനായി കഴിഞ്ഞപ്പോൾ ഞാൻ പയ്യെ കൈ അടച്ചു കൊടുത്തു. എനിക്ക് 13 സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നു. അത് 6 സെൻറ്റ് ഒരു മോനും 6 സെൻറ്റ് ഒരു മോനും കൊണ്ട് തീരാധാരം എഴുതി കൊടുത്തു അവരുടെ പേരിലേക്ക്. അതിനകത്ത് എനിക്ക് മൂലയ്ക്ക് 4 നാളേരൊന്നും ഞാൻ വെച്ചില്ല. അപ്പം എൻ്റെ മനസ്സിനകത്ത് ഉണ്ടായിരുന്നു എൻ്റെ മക്കളെ നോക്കുന്നു. എനിക്ക് ആ ഒരു ധൈര്യമുണ്ട്. ഉണ്ടാവോ ഈ 10 എങ്ങാണ്ടോട് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വെട്ടിയെടുത്ത് പിടിക്കാതെ മാത്രമേ ഉള്ളൂ. ഉണ്ടാവും എന്നൊക്കെ ആഗ്രഹിക്കാം, പ്രത്യാശിക്കാം. പക്ഷെ അതെപ്പോഴും നടക്കണമെന്നില്ല. ആ സാഹചര്യത്തെ കുറിച്ചാണ് നമ്മൾ ചോദിച്ചത്. അല്ലെങ്കിൽ നമ്മൾ വരുന്നുണ്ട്, നമ്മളൊരു കൂട്ടായ്മയെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഇവിടെ ലില്ലി ചേച്ചിയൊക്കെ നമ്മളൊക്കെ നേരത്തെ സംസാരിച്ചതാണ്, ഞങ്ങൾ ആലോചിച്ചതാണ്, GSM ആലോചിച്ചതാണ്. ഇവിടെ ഒരു പൊതുവായിട്ടൊരു കൂട്ടായ്മ നമ്മൾ GSMന്റെ NRI കെയർ എന്നൊരു കൺസെപ്റ്റ് നമ്മൾ ആലോചിക്കുന്നുണ്ട്. ഇതിന്റെ ആശയം ഇതാണ്. PLC ചേച്ചിക്ക് വീട്ടിലെന്തോ ബുദ്ധിമുട്ടുണ്ടായില്ലേ കറണ്ടുമായിട്ട് ബന്ധപ്പെട്ട്? ഇപ്പൊ കറണ്ടുമായിട്ടായിക്കോട്ടെ, വീട്ടിലുള്ള വിദേശത്തായിരിക്കുന്ന മക്കളൊക്കെ വിദേശത്ത്, ഇവിടുത്തെ കാരണന്മാർ മാത്രം വീടുകളിൽ, അവർക്ക് എന്തെങ്കിലും വീട്ടിൽ ആവശ്യം വന്നാൽ, ആശുപത്രി കേസ് ആയിക്കോട്ടെ, ഒരു ഇലക്ട്രിക്കൽ പ്രോബ്ലം ആയിക്കോട്ടെ, പ്ലംബിംഗ് പ്രോബ്ലം ആയിക്കോട്ടെ, മറ്റെന്തെങ്കിലും മേഖലയിലായിക്കോട്ടെ, അവർക്ക് ഒരു ആവശ്യം വരുമ്പോൾ ബന്ധപ്പെടാനായിട്ട് ഒരു ഏജൻസി ഉള്ളത് നല്ലതാണ്. അപ്പോൾ ഇവിടുത്തെ വയോജനങ്ങളുടെ ഭാവി എന്താണ്? പിന്നെ അവരെന്ത് ചെയ്യണം? അടുത്ത തലമുറ നമ്മളെ നോക്കുന്നത് പ്രതീക്ഷിക്കാം. ഈ വളർന്നു വരുന്ന കുട്ടികളെ, നമ്മുടെ കുട്ടികളെ പോലെ അവരെ കണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. അതെന്തായാലും പ്രതീക്ഷിക്കാൻ വേണ്ട. ഇപ്പോഴത്തെ പോവാത്ത ആൾക്കാരുണ്ട്. പോവാത്ത ആൾക്കാർ ഇനി പോയിക്കൊണ്ടേയിരിക്കുന്നത് തന്നെയാണ്. അവിടെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്നത്. പ്രകൃതിയുടെ ചില നിയമങ്ങളും നമുക്ക് പ്രായമായി അത് അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചേ പറ്റും. കുട്ടികൾ വിദേശത്ത് പോകണമെന്ന് പറഞ്ഞ നാട്ടിലൂടെ പണി, പിൻവാതിലുള്ള പണിയും രാഷ്ട്രീയക്കാർക്ക് മാത്രം പണി. കേരളത്തിൽ പണി ഉണ്ടെങ്കിൽ അവർ പോകില്ല. അപ്പം നിലവിലുള്ള സാഹചര്യങ്ങളോട് നമ്മൾ പൊരുത്തപ്പെട്ട് നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും സന്തോഷമാക്കിയിരിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കുക. അതൊരു കൊച്ചു വേദിയാണ്. ഇപ്പം എൻ്റെ മക്കൾ കാനഡയിൽ നിന്ന് ഇവിടെ വന്ന് ജാതിക്ക് പറയണം, എനിക്ക് കാലത്ത് കഞ്ഞി വെച്ച് തരണമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു മണ്ടനാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ല. പിന്നെ ഇത് പറയുമ്പോൾ സാഹചര്യങ്ങൾ പൊരുത്തപ്പെടുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. സാധാരണ ഒരു പണ്ഡിതന് പറഞ്ഞു, ഓരോ 30 വയസ്സ് കഴിയുമ്പോഴും നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ചില മാറ്റങ്ങളുണ്ട്. ആദ്യത്തെ 30 വർഷം അവൻ കുതിരയുടെ ജന്മം, ഓട്ടവും ചാട്ടവും എതിർലിംഗത്തോട് താല്പര്യവും അടിപൊളി പരിപാടിയാണ്. ഇത് കഴിഞ്ഞ് അവൻ കല്യാണം കഴിച്ചു ജീവിതഭാരത്തിലേക്ക് പോകുമ്പോൾ അവന്റെ ജീവിതം കഴുതയുടെ ജന്മം, കുടുംബം കെട്ടിവലിക്കുക,
കൂട്ടിമുട്ടുന്നില്ല, വായിലൂടെ നുറയും പതയും വരികയാണ്. അപ്പോഴത്തേക്കും മക്കളൊക്കെ പഠിച്ച് വിദേശത്തേക്ക് പോയി. പിന്നത്തെ ജന്മം പട്ടിയുടെ വീട് കാവല്, വാതിലും ജനലി അടയ്ക്കണം, പണിക്കാരത്തി കട്ടുണ്ടോ എന്ന് നോക്കണം, ആക്രിക്കാർ വണ്ടോ നോക്കണം. അങ്ങനെ 30 വർഷം കഴിയും. അടുത്ത ജന്മം മൂങ്ങയുടെ, വിദേശത്ത് നിന്ന് കുറച്ച് വരുമ്പോൾ അപ്പച്ചോ മിഠായി വേണോ, മരുമോള് ഒരു പായസം വേണം. അങ്ങനെ മൂളി ആ കാലഘട്ടം തീരും. ഏറ്റവും നേരത്തെ പറഞ്ഞ പോലെ 60 വയസ്സ് കഴിയുമ്പോൾ നമ്മൾ ചോദിക്കുന്ന സ്ഥാപനം നമ്മൾ വേണ്ടെന്ന് വയ്ക്കും. പൊരുത്തപ്പെടാൻ പഠിക്കണം. 70 വയസ്സ് കഴിയുമ്പോൾ മക്കൾ നമ്മളിൽ നിന്നും അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കും. 80-90 ആവുമ്പോഴത്തേക്കും നമ്മൾ ജീവിക്കുന്ന നാടും വീടും കുടുംബവും നമ്മൾ വേണ്ടെന്ന് വയ്ക്കും. അപ്പൊ ഈ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ പറ്റിയുള്ള ഒരു മാനസിക പ്രക്രിയ ഇതുപോലുള്ള സംഗമം വഴി നമ്മൾ ആർജിച്ചെടുക്കുക. നമുക്ക് സ്വന്തം നമ്മൾ മാത്രമേ ഉള്ളൂ. സെറ്റിലാണ്. അതുകൊണ്ട് എനിക്കിപ്പോൾ ഈ 3 ആഴ്ചയായിരുന്നു എൻ്റെ മഞ്ഞപ്പയിലുള്ള വീട്ടിൽ നിന്ന് മാറ്റിയിട്ട് അനുജൻ്റെ വീട്ടിലേക്ക് ആക്കിയത്. അതില്ലായിരുന്നെങ്കിൽ എന്നുള്ളതൊരു ഹൈപ്പോത്തറ്റിക്കൽ ചോദ്യമാണ്. അതില്ലായിരുന്നെങ്കിൽ ഞാൻ അവിടെ നിന്ന് ജോലി നിർത്തി വരുമായിരുന്നു. അതിന് കാരണം എൻ്റെ മാതാപിതാക്കൾ തുലവും നിരക്ഷരരാണ്. അമ്മ അക്ഷരമേ പഠിച്ചിട്ടില്ല. അപ്പന് അക്ഷരമൊക്കെ അറിയാൻ 4 ക്ലാസ് പഠിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഞാൻ പ്രായമുള്ള ആളാണ്. ഇപ്പോൾ തന്നെ പ്രായമുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ അവരുടെ ഒരു സ്റ്റേജ് എത്തുമ്പോഴേക്കും എൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളും ഞാൻ ബന്ധപ്പെട്ട ആളുകളും ഞാൻ കണ്ട ജീവിതവും നാടും വായിച്ചറിഞ്ഞതും ആർജിതമായിട്ട് കിട്ടിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ജോസഫ് സാർ പറഞ്ഞതുപോലെ എനിക്ക് എൻ്റെ മനസ്സിനെ പാകപ്പെടുത്താൻ പറ്റിയേക്കും. ഒരു ഒറ്റയ്ക്കുള്ള ജീവിതമോ അല്ലെങ്കിൽ എൻ്റെ അന്നത്തെ സാഹചര്യത്തിൽ സമാന ചിന്താഗതിക്കാരെ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ടെക്നോളജിയുടെ സാധ്യതകൾ ഉപയോഗിക്കാനോ വായിക്കാനോ ഒക്കെ എനിക്ക് പറ്റിയേക്കും. പക്ഷെ എൻ്റെ മാതാപിതാക്കൾ അതിന് പ്രാപ്തരല്ല എന്നുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ജോലി അവിടെ നിർത്തി. ശേഷിക്കുന്ന കുറച്ച്, എൻ്റെ അപ്പന് 86 അമ്മയ്ക്ക് 80 വയസ്സാണ്. പ്രാക്ടിക്കൽ ആവണമെന്നില്ല. കാരണം നമ്മളിപ്പോൾ മിഡിൽ ഈസ്റ്റ് കേസിൽ ഏറെക്കുറെ ഓക്കെയാണ്. നമുക്കൊരു പരിധി വരെ ചെയ്യും. കാരണം നമ്മൾ റൂട്ടഡ് അല്ല അവിടെ. നമ്മൾ ഇപ്പം പോയിട്ട് യൂറോപ്പ് സെക്ടർ അല്ലെങ്കിൽ മറ്റൊരു സെക്ടറിൽ എടുക്കുമ്പോൾ അവിടെ ഓൾറെഡി അവർ സെറ്റിൽഡാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ എന്നെ പോലെ അല്ലെങ്കിൽ എന്നെ പോലെ ഒരാൾ വന്നോന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വരാൻ പറ്റില്ല. കാരണം ചില പിള്ളേർ അവിടെ സെറ്റിൽഡ് ആയിരിക്കും, ദർ സ്റ്റഡി അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ആശയം നമ്മൾ ഓൾറെഡി മീറ്റിങ്ങിൽ ഡിസ്കസ് ചെയ്തതാണ്. ഞാനും അതിനെ അന്ന് അനുകൂലിച്ചതാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇത് നല്ലതാണ്. ഇതിപ്പോൾ വിദേശത്തുള്ളവർ മാത്രമാക്കണമെന്നില്ല. ഒരു പക്ഷേ നമുക്ക് ഇവിടെയുള്ള അല്ലാതെ പല എന്താ പറയുക, പല മക്കൾക്കും അവരുടെ പേരൻസിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഒരു പക്ഷേ വിദേശത്താവണമെന്നില്ല, മറ്റു സ്റ്റേറ്റിലാവാം, പിന്നെ വേറെ ജില്ലകളിലാവാം. ഇമ്മീഡിയറ്റ് ഒരു അസിസ്റ്റൻസിന് വേണ്ടിയിട്ട് എത്താവുന്ന ചേർത്ത് സൗകര്യപ്പെടില്ല. പറ്റും. അപ്പൊ 350 മരം വെട്ടി ഇപ്പൊ പ്രായത്തിലേക്ക് വല്ലതൊക്കെ കരുതി വെച്ചിട്ടുണ്ടായാ എന്ത് പറയാനുണ്ട്? കൈ പിടിക്കണ്ട ഒന്നും പറയാനില്ല. അപ്പൊ ഇനി ജോലി എടുക്കുന്നവരോട് എന്താ പറയാനുള്ളത്? പ്രായത്തിലേക്ക് എന്തെങ്കിലും സമ്പാദിച്ചു വെക്കണമെന്നോ? അവർക്കറിയാലോ, നമ്മൾ പറയുന്നല്ല. നമ്മുടെ കാര്യം അറിവുള്ളവർക്ക് അറിയാം. ഞങ്ങളുടെ കാര്യം മോശപ്പെടാന്ന് പറയുന്നു. വാർദ്ധക്യം പ്രായമാണല്ല, പിന്നെയോ വിധിക്കപ്പെട്ട നിയോഗത്തിലേക്കുള്ള യാത്രയാണ്. വാർദ്ധക്യത്തിലേക്കുള്ള യാത്ര ഒരു രംഗത്തിലെ അഭിനയ മുഹൂർത്തങ്ങളുടെ അന്ത്യത്തിൽ തിരശ്ശീല വീഴുന്നു. അപ്പോൾ മറ്റൊരു രംഗത്തിനായി എവിടെയോ തിരശ്ശീല ഉയരുന്നുണ്ടാവും. കൺവെട്ടത്തിൽ നിന്നും മറിഞ്ഞു പോയെങ്കിലും ഹൃദയത്തിലെ സാന്നിധ്യമായി മാറിയ ചിലരുടെ വേർപാടുകൾ നമ്മെ ഒറ്റപ്പെടുത്തും. പക്ഷേ ഇതെല്ലാം പ്രകൃതി നിയമമാണ്. എല്ലാ ജീവജാലങ്ങളിലും ഇത് അനിവാര്യമാണ്. പ്രായം ആവുക എന്നുള്ളത് നമുക്ക് മാത്രമല്ല, ഒരു കാക്കിയായാലും പശു ആയാലും എല്ലാ ജീവജാലങ്ങളും വാർദ്ധക്യം ഒരു അനിവാര്യമായ കാര്യമാണ്. അത് നമ്മൾ അംഗീകരിച്ചേ മതിയാവൂ. അപ്പൊ നമ്മളത് അംഗീകരിക്കണം.